ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. യേശുപ്പാ സ്തോത്രം. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇരമ്യാവ് 9:23-24 പറയുവാണ്. ശരിക്കും നമ്മൾ ഓർക്കണം കേട്ടോ. ഞാൻ എന്നുള്ള അഹങ്കാരമാണ് പിശാച്. പിശാച് എവിടെയാ? ഞാൻ എന്നാണ്, നമ്മളിൽ തന്നെയാണ് പിശാച് ഒളിഞ്ഞിരിക്കണേ. ഞാൻ എന്നുള്ള അഹങ്കാരം കയറുകയാണ് ഈ പിശാച്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കേണ്ടെന്ന്. ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഇതൊക്കെ ദൈവം തരുന്നതല്ലാണ്ട് ആർക്കും ഒന്നുമില്ല. പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിനെ തന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ ദൈവത്തെ ശ്രമിക്കുന്നതിൽ മാത്രം പ്രശംസിച്ചാൽ മതിയെന്ന്. ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം അതൊക്കെയാണ്. എൻ്റെ ബുദ്ധി, ഞാൻ വലിയ മിടുക്കി, ഞാൻ ഈ ഞാനാണ് പിശാച്. നമ്മളിലെ ജ്ഞാനം മരിപ്പിച്ച് ഞാനാകുന്ന ദൈവത്തിനെ ആശ്രയിക്കുക. ഇത് മോശ ദൈവത്തോട് ചോദിക്കുക, അങ്ങ് ആരാകുന്നു? ഞാനാകുന്നു. ഒറ്റ മറുപടി ഉള്ളൂ, ഞാൻ എന്ന് പറയണത്. നമുക്ക് ഞാൻ എന്ന് പറയാനുള്ള അനുഗ്രഹം എല്ലാം തന്നെ ഉടമസ്ഥൻ ഞാനാകുന്നു ദൈവത്തിൻ്റെ. അത് ഭയങ്കര ഒരു ഇതല്ലേ. സന്ദർശിവാക്കി 22:44 പറയുക കേട്ടോ. 46 4 അയ്യോ, ഇതിലിങ്ങനെ താഴായ്മയ്ക്ക് യഹോഭക്തിക്കുമുള്ള പ്രതിഫലം. നമ്മൾ താഴായ്മയ്ക്കും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം എന്താണെന്ന് കേട്ടോ? ധനം, മാനം, ജീവനുമാകുന്നു. അപ്പോൾ എല്ലാം അതിലൊതുങ്ങും. അപ്പോൾ നമ്മൾ ദൈവഭക്തിയിലെ മക്കളെ വളർത്തുക, നമ്മളാകുക, അതിലെല്ലാം ഉണ്ട് കേട്ടോ. ബാക്കിയൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പുറകെ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളെയും തലമുറേനെയൊക്കെ അങ്ങനെ വളർത്താൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ. അടിപൊളി ചുരിദാർ സെറ്റുകളുണ്ട് കേട്ടോ. ഒത്തിരി ചുരിദാർ സെറ്റുകൾ, നല്ല പ്രീമിയം സെറ്റ്, ഫങ്ഷൻ വെയർ. നോക്കിക്കേ, ഒരു സോഫ്റ്റ് സിൽക്കിൽ എൻ്റെ അമ്മയെ അതിൽ സെൽഫ് പ്രിൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ഗ്രാൻഡ് സെറ്റ് ഇങ്ങോട്ട് പോയി കേട്ടോ. ഷോളും ഒക്കെ വെറൈറ്റി സംഭവം. ഇത് ചാടി നിങ്ങൾ എടുക്കും. ഇങ്ങനെ ഹാൻഡ് വർക്കും ചെയ്ത് ഇതിൻ്റെ അരികത്തൊക്കെ ഒരു ജെറി വർക്കും ഉണ്ട്. ഇത്രയും 1999, 2000 എന്ന് പറയും. രസമല്ലേ അങ്ങനെ കേൾക്കുമ്പോൾ? 1000 ഉള്ളൂ വില. അങ്ങനെ സോഫ്റ്റ് ഷോളാട്ടോ. 1990 ഉള്ളൂ കേട്ടോ. 999 ഒന്നുമില്ല. നല്ല ലെങ്തൊക്കെ ഉണ്ട്. ബോട്ടം ഈ സോഫ്റ്റ് സിൽക്കിൻ്റെ ബോട്ടാട്ടോ. അടിപൊളി സെറ്റാണ്. ഹാഷ് കളറ്, നല്ല സെറ്റുകളാണ്. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാനൊക്കെ സൂപ്പറാണ്. 1990 അടിപൊളി സെറ്റ്. ഹാൻഡ് വർക്കുമാണ്. നല്ല കട്ട് ബീഡൊക്കെ വെച്ച് സൂപ്പർ സംഭവമല്ലേ. നല്ല ബിസ്ക്കറ്റ് കളർ. പെട്ടെന്ന് എടുത്തോ കേട്ടോ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ വെബ്സൈറ്റിൽ ചാടി എടുത്തോ. നമ്മുടെ വെബ്സൈറ്റൊക്കെ ഇപ്പോൾ എടുക്കാൻ ഭയങ്കര സുഖമാക്കിയിട്ടുണ്ട്. ഇതല്ല എന്നെ പോലെ അറിയാൻ പാടാത്തവരാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും അറിയില്ലെന്നുള്ള വാക്ക് ഉച്ചരിക്കരുത്. ദൈവം നമുക്ക് ബുദ്ധി ഞാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴൊക്കെ ഞാനൊക്കെ അങ്ങനെ ആരെക്കൊണ്ടില്ലോ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മളങ്ങ് പഠിച്ചോളൂ. അടുപ്പിച്ച് 2-3 പ്രാവശ്യം എന്തെങ്കിലും ഓർഡർ ചെയ്താൽ. അപ്പോൾ ഇല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേർ നിങ്ങളെ നോക്കിയിരിക്കേണ്ട. 10 മണി മുതൽ 6 മണി വരെ വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. നല്ല അടിപൊളി കളേഴ്സാട്ടോ. കുറേ കളറുണ്ടല്ലോ. ഇനി ഉണ്ടോ ഇതിൻ്റെ കളേഴ്സ്? ഇത്രയും കളറുള്ളൂ. നല്ലതല്ലേ? നല്ല ഗ്രാൻഡ് സെറ്റ് അല്ലേ? ഇനി
ക്രേപ്പിൻ്റെ ഫോസ് ജോർജറ്റിൻ്റെ ആണെന്ന് പറഞ്ഞേ. ബോട്ടം എന്തി ലൈനിങ്ങും ബോട്ടവും വിത്ത് ലൈനിങ് ആട്ടോ. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ലൈനിങ്. ഷോളെന്തി ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ. ലെങ്തൊക്കെ തികയും. അടിപൊളി ക്രേപ്പിൻ്റെ ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോൾ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ, പെട്ടെന്ന് എടുത്തോ. 1599. ഇതൊക്കെ ഓൺലൈൻകാരുടെ ഫേവറേറ്റ് സംഭവമാണ്. വരുന്ന കസ്റ്റമറേക്കാളും നമുക്കിത് അപ്പടിയും ഇങ്ങനത്തെ സെറ്റപ്പടിയും ഓൺലൈൻ ക്രേസാണ്. വിത്ത് ലൈനിങ്ങും ഉണ്ട്, ബോട്ടം ഉണ്ട്, എല്ലാം ഉണ്ട്. ദേ അടിപൊളി സെറ്റുകൾ. $1599 ഉള്ളൂ. നല്ല സെറ്റല്ലേ? അതെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും യൂട്യൂബിലൊന്ന് നല്ലൊരു ബ്രൗൺ ആട്ടോ. അതാ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഫോളോ ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല അതിമനോഹരമായ 2 സ്കീമുണ്ട്. സ്കീമിൽ 1000 രൂപ മുതൽ ചേരാം. അപ്പോൾ നമുക്ക് അറിയാണ്ടൊരു ഇച്ചിരി നമ്മൾ എല്ലാ വർഷവും സ്വർണ്ണം എടുക്കും. സ്വർണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ആര് സ്വർണ്ണം ഇടാൻ എന്നാ വിലയാണ്. ഏതിനാ വിലയില്ലാത്ത എല്ലാത്തിനും വില കയറുന്നുണ്ട്. ഇതൊരു ഇങ്ങനെ താഴത്തേട്ട് പോകേണ്ട മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് മേടിക്കുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കാം, വിൽക്കുമ്പോൾ കാശും കൂടുതൽ കിട്ടിക്കോളും. അപ്പോൾ സ്കീമിൽ ചേരുമ്പോൾ ഒരു അസറ്റായിട്ട് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് അത് നിങ്ങൾക്കൊരു യേശുവിൻ്റെ കൃപയിൽ ഒരു അനുഗ്രഹമാവും, ഞങ്ങൾക്കും യേശുവിൻ്റെ കൃപയിൽ അത് അനുഗ്രഹമാവും. ഒരു സപ്പോർട്ട് തരിക. നല്ല ബ്രിക്ക് കളർ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പെണ്ണുങ്ങൾ തന്നെ യേശുവിൻ്റെ പെണ്ണുങ്ങൾ തന്നെയല്ല കേട്ടോ, യേശുബ്രാനാണ് നമ്മുടെ കടയുടെ മുതലാളി. എന്നാലും ഇങ്ങനെ തുടങ്ങണമെന്നൊക്കെ എല്ലാവരും പറയണേ. പെണ്ണുങ്ങൾ തന്നെയുള്ള സ്വർണ്ണക്കടയുടെ പുറകിൽ അപ്പടിയും കെട്ടിയന്മാരും മക്കളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ. നമ്മുടെ മുമ്പിലാണ്, പുറകിൽ ആരുമില്ല, മുമ്പിൽ യേശുബ്രാനുണ്ട്. പിന്നെ പുറകിൽ സപ്പോർട്ടായിട്ട് നിങ്ങളുണ്ട് കേട്ടോ. ഇതേ ലൈലാക്കി നല്ല കളർ കോമ്പിനേഷനുകളാട്ടോ. അയ്യോ ചാടിപ്പോയോ. പാഞ്ചാലിയുടെ വസ്ത്രാശയം പോലെ താഴെ പോയി. ഞാൻ അറിഞ്ഞു. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. വിത്ത് ലൈനിങ് ആണ്. ലൈനിങ്ങും ബോട്ടം ഒക്കെ ഉണ്ട്. ഈ ഷോളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗ്രാൻഡ് കേട്ടോ. നല്ല ഷോളല്ലേ. കളേഴ്സ് നല്ല നീളമുണ്ട്. 1590 ഉള്ളൂ വില അല്ലേ? 1599 വിലയുള്ളൂ. നല്ല നീളമുണ്ട്. ഇനിയുണ്ടോ അതിൻ്റെ കളേഴ്സ്? ചുരിദാറിലെ ഒത്തിരി വെറൈറ്റി ആട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒത്തിരി സംഭവങ്ങളുണ്ട്. യേശുവിൻ്റെ കൃപ വീഡിയോയ്ക്ക് ഉള്ളതെല്ലാം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകണത് എങ്ങനെ കിട്ടണം? എല്ലാം സർവശക്തൻ്റെ കൃപ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് അപ്പടിയും പെട്ടെന്ന് പോകുന്നു. ഇത് കണ്ടോ? ഇപ്പം ടിഷ്യൂ ഭയങ്കര ഇനി കുറേ നാളത്തേക്ക് ടിഷ്യൂ ആയിരിക്കും എന്നാണ് പറയണേ. ഇപ്പോൾ ഇതിൻ്റെ കളർ നല്ല രസമല്ലേ. ഈ പിള്ളേർ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ടിഷ്യൂവിൻ്റെ ചുരിദാറിട്ടപ്പോൾ നല്ല രസമാണ്. അവർ ഇതെടുക്കുന്ന പറഞ്ഞ ബഹളമാണ്. ടിഷ്യൂ സിൽക്കിൽ ബനാറസ് ബുട്ടയുണ്ട്. ഷോളും കൊണ്ട് എന്തൊരു ഭംഗിയ. നല്ലൊരു കളർ ചാർട്ടും അല്ലേ. 1790. ഞാനിപ്പോൾ ഇട്ടേക്കണ 6000 രൂപയുടെ ചുരിദാറാണ് ഇത്. അതിനൊക്കെ ലുക്കില്ല ഇതിന്. ഇത് അവരൊക്കെ ചിരിക്കും 6000 നോട്ട്. സത്യം പറഞ്ഞ 6000. ഞാനെപ്പോഴും ഓരോ കടകളിൽ ഫാഷൻ കാണാൻ കയറും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ വിലക്കനുസരിച്ച് ഇങ്ങനെ എടുക്കും. ഒന്നും എടുക്കാണ്ട് ഞാൻ ഒരു കടയിൽ കയറിയാലും ഇറങ്ങാറില്ല. നമ്മളൊരു ബിസിനസ് നടത്തുമല്ലേ, മോശമല്ലോ.
നല്ല സാധനമല്ലേ, ഫങ്ഷൻ വെയറും സൂപ്പർ. ഇതേ കണ്ടോ, ബനാറസ് ജെറിയുണ്ട്, ഷോളും ഒക്കെ ഗ്രാൻഡാണ്. ഇതിൻ്റെ കളർ ചാർട്ടെല്ലാം പേസ്റ്റ് ചാർട്ടിൻ്റെ സൂപ്പർ ഗ്രാൻഡ് സംഭവം. അടിപൊളി കളേഴ്സ്. ഇത് ഇങ്ങോട്ട് നോക്ക്, അടിപൊളി അടിപൊളി. നല്ല സംഭവമല്ലേ നീ. 17 അല്ലേ, 1790 ഉള്ളൂ. ഫങ്ഷൻ വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ജോർജറ്റിൻ്റെ, ജോർജറ്റ് അല്ലേ? ഇത് ഇത് വിചിത്ര സിൽക്കാണ്. പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ വർക്ക് കണ്ടോ, നല്ല രസം. ബ്ലൂമിങ് വിചിത്രയാണ് കേട്ടോ, ഓർഡിനറി വിചിത്രയല്ലേ. ഇതിൻ്റെ ഷോളും ഒക്കെ ഭയങ്കര രസമാണ്. 1450 1450. നല്ല ഷോള്. ഒരു ഫങ്ഷൻ വെയറിനൊക്കെ നല്ല രസമാണ്. താഴെ ഇങ്ങനെ വർക്ക് തിരിച്ചു വെച്ച് കാണിക്കാം. നല്ല കളർ ചാർട്ടുവാണ്. ഞാൻ തിരിച്ചു വെച്ച് കാണിക്കുന്ന കേട്ടോ, താഴെ ആട്ടോ വർക്ക് വരുമ്പോൾ ഭംഗി. ഗ്രാൻഡ് വർക്കല്ലേ. അടിപൊളിയാണ്, സൂപ്പർ സംഭവമാണ്. $1450. നല്ല കളറാട്ടോ, മുന്തിരി കളറ്. ഇതിൻ്റെ വർക്കും ഭയങ്കര ഗ്രാൻഡാട്ടോ. അതെ ഉണ്ടോ, എന്ത് രസം. ഒരു ലക്നൗ വർക്കിൻ്റെ മോച്ചായ ഈ വർക്ക് കണ്ടിട്ട് ഇതിൻ്റെ കളർ, ഈ കളർ എനിക്ക് ഓർമ്മ ചുരിദാറുണ്ട്. നല്ല രസമുള്ള കളറുകളെ. $1450. നല്ല നല്ല സംഭവങ്ങളാണ്. ഇനിയുണ്ട കളറ് ടീൽ ബ്ലൂ. ടീൽ ബ്ലൂ അല്ലേ? അതെ അതെ, ടീൽ ബ്ലൂ എന്ന് പറയാം. അത് എന്തൊക്കെയോ മിക്സിങ് വ്യത്യാസം. ഇത് ഫ്ലഷ് കളറല്ലേ അല്ലേ? ഫ്ലഷിനെ കളറാണ്. അതെ അല്ലേ? ഇതിൽ ഇച്ചിരി പിങ്ക് കൂടുതലുണ്ടോ? ഇത് ഇച്ചിരി മുറിവും വരില്ല ഫ്ലഷ് കളറിനാണ്. എന്നാലും കുഴപ്പമില്ല, കുടുംബത്തിലൊക്കെ ജനിച്ചതാണ്. ഇത് നല്ല സിൽക്കിൻ്റെതേ ഉണ്ടോ ഇങ്ങനത്തെ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഹാൻഡ് വർക്കൊക്കെ വന്നാൽ നമ്മൾ ആദ്യം കാണിച്ചത്. ഇതിങ്ങനെ സിസാഗ് ഡിസൈൻ സിൽക്കിൽ. ഇതൊക്കെ എന്ത് രസമൊക്കെ. ഷോളും ഇങ്ങനെ എന്ത് ഭംഗിയാന്ന് നോക്കി. ബോട്ടം, ഇത് കോട്ടൺ സിൽക്കാട്ടോ ബോട്ടം. 1590. 1590. നല്ല രസം. ഒന്നാമത് ഈ സിസാഗ് ഡിസൈനേ ആൾക്കാർക്ക് ഇഷ്ടം. നല്ല സെറ്റല്ലേ, പെട്ടെന്ന് എടുത്തു. ഇപ്പോൾ ഇവിടെ ഈ ഫോറിൻകാരുടെ അപ്പടി വരുന്നത്, ഇപ്പോൾ ഈ സമയത്ത് വരുന്നത് ഫോറിൻകാരാണ്. നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ ഉണ്ട് ഏകദേശം. പിന്നെ ക്രിസ്മസ് ആകുമ്പോഴത്തേനും. അപ്പോൾ നമുക്കിങ്ങനെ യേശുവിൻ്റെ കൃപയാൽ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു പോകണം. ഫോറിൻകാർ തന്നെയല്ല കേട്ടോ, എല്ലാവരുടെ സഹായമാണ് കേട്ടോ. 1590 ഉള്ളൂ. നല്ല സെറ്റാണ്, നല്ല ഷോളും. ഇതിന് ഭയങ്കര ഡിമാൻഡുള്ള സംഭവം കേട്ടോ.
നന്നായിട്ട് എടുത്തോ. ഈ തുണി നല്ലതാണ്, ശരിക്കൊരു ടെസർ സെറ്റ് പോലെയൊക്കെ. കാക്കയുടെ ശബ്ദം പണ്ട് കാക്കേനെ വലിയ ഇഷ്ടമല്ലായിരുന്നു വിരുന്ന് വിളിക്കുമ്പോൾ. ശരിക്കും കാക്ക ഏതാണ്ട് ഒരൊച്ച ഏൽപ്പിക്കുമ്പോൾ നമ്മൾ കാക്ക വിരുന്ന് വിളിക്കുക, അന്ന് തന്നെ വിരുന്നുകാർ വന്നത് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലേ? കാക്ക പണ്ട് അങ്ങനെ വരുമായിരുന്നു. അതെങ്ങനെയാണ് കാക്ക മനസ്സിലാക്കണേന്ന് എനിക്കൊരു പിടിയില്ല. എങ്ങനെയായിരിക്കും കാക്ക അറിയണേ? പക്ഷെ ഈ മൃഗങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, അവർക്ക് വേറെ വല്ലതൊക്കെ ബോധം കാണുമായിരിക്കും. നമ്മളെ ഇങ്ങനെ ഈ ശാസ്ത്രം പറയില്ലേ കുരങ്ങിന്ന മനുഷ്യനുണ്ടായെന്ന്, പക്ഷെ അല്ലെന്ന് നമുക്കറിയാൻ പാടില്ല. ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും മൃഗങ്ങൾ സംസാരിക്കണുണ്ടോ? നമ്മൾ പറയണ കേട്ട് തലയാട്ടും പട്ടിയൊക്കെ വാലാട്ടും ഇങ്ങനെ അല്ലാണ്ടേ. അപ്പം അവർക്ക് കാക്ക വിരുന്ന് വിളിക്കുകയല്ല, ചുമ്മാ ക്രാക്കറാന്ന്. അതേ ചുമ്മാണ് ഓ കാക്ക. കാക്ക അമേരിക്കയിലൊക്കെ കാണുമോ? ഇല്ലായിരിക്കും. അപ്പോൾ അവർക്ക് കാക്കയുടെ ഒരു ഒച്ച കേൾക്കാമല്ലോ. കുറേ കാലം മുമ്പ് നാട്ടിൽ നിന്ന് പോയവർക്കൊക്കെ കാക്കയുടെ ഒച്ച കേൾക്കാമല്ലോ. എല്ലായിടങ്ങളിലെ എല്ലായിടത്തും കാക്ക കാണുമായിരിക്കും അല്ലേ? ജപ്പാനി കാക്കയുണ്ടോ? ജപ്പാനിലായിരുന്നോ? ചേട്ടാ ബ്ലോഗിൽ കാണിച്ചു കൊടുത്താൽ ഇത് രസം നോക്കിയത്. 999 ആണോ? കാക്കയൊക്കെ എല്ലായിടത്തും കാണുമായിരിക്കും. 999 കേട്ടോ. ഇത് കാണിച്ചിട്ട് കുറേ നാളായിട്ടോ. സെമി ടെസർ നല്ല ഇത് എത്ര വീവിങ്ങിൻ്റെ സൂപ്പർ സംഭവം. ഇത് രസമായി കളർ കാണാനല്ലേ? കളർ ചാർട്ട് എല്ലാം രസമാട്ടോ. നല്ല ബുട്ട ബനാറസ് ബുട്ടയൊക്കെയുള്ള ഷോള്. $999 അല്ലേ? $999 നല്ല. എല്ലാവരും എല്ലാം പിടിച്ച് പറിച്ച് എടുക്കുമായിരിക്കും, കാരണം എല്ലാം നല്ല സെറ്റാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പുറത്തൊരു ചുരിദാർ സെറ്റ് എടുക്കാൻ പറ്റില്ല. എനിക്ക് തുണിയെടുക്കാൻ എന്നാ പാടാണോ? ഒരു മനുഷ്യൻ എൻ്റെ കൂടെ തുണിയെടുക്കാൻ സെലക്ട് ചെയ്യാൻ വരില്ല. ഇത് കേട്ടാ ഓർക്കും ഞാൻ എന്തേലും നല്ലതാണ് എടുക്കണേന്ന്. മടുത്ത് കടക്കാർക്കും ദേഷ്യമാവും. അവസാനം എന്നെ എടുക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതുപോലെ സങ്കടത്തിലപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സാരി എടുക്കും. കൃത്യം മുഹൂർത്തം നോക്കിയിരുന്നട്ടോ. നേരത്തെ പോയി സാരി എടുത്തെങ്കിൽ മതിയായിരുന്നു. എൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ കല്യാണം. ഇത് നല്ല സാരിയുടെ വേണം, പക്ഷെ നമുക്ക് നല്ലതര കിട്ടാണ്ട് തന്നെ ചെയ്യണേ. അടിപൊളി കല്യാണം. ഇന്നലെ ചുമ്മാ മൈലാഞ്ചി ഒക്കെ ഇടാൻ പോയി. കണ്ടോ മൈലാഞ്ചി ഇട്ടേക്കണുണ്ടോ? ചുമ്മാ എല്ലാവരും ഇവിടെയൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇവിടെ ഇടണമെന്നാണ്. നല്ല രസമില്ലേ? എൻ്റെ ഒരു മോതിരം ഇടായിരുന്നു അല്ലേ? ഇങ്ങനെയാണല്ലോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണമാണെങ്കിലും എൻ്റെ കസിൻസ് നാത്തൂൻസ് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സും പ്രെയറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയി മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയി മൈലാഞ്ചി ഇട്ടു. 999 കേട്ടോ. ഇതോ ഞാൻ രണ്ടും $999 എന്നാൽ ഇതിൻ്റെ ഫോട്ടോ ഇപ്പോഴേ പറയാം. അവർ പറയും ഇപ്പോഴേ ഇത് വിളിച്ചു പറഞ്ഞോളാം റീസ്റ്റോക്ക്. എന്നെ എന്നും എടുക്കുന്ന ഒരു വഴക്ക് പറയും. അത്ര കെട്ടെടുക്കുന്ന പറയും. എനിക്ക് കേൾക്കുമ്പോൾ ടെൻഷനാണ്. പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല രസമല്ലേ എല്ലാം. ഇതിനായിരിക്കും അടി. എല്ലാ സെറ്റും നല്ലതല്ലേ? അപ്പോൾ എല്ലാം രണ്ടുമൂന്നെണ്ണം വെച്ചെടുത്തു. എല്ലാം അടിപൊളിയാണ്. എല്ലാ കളറും നല്ലതാണ്. സോഫ്റ്റ് നല്ല സിൽക്ക് ഷോളും. ഇതൊക്കെ ചെറു ചൂടത്ത് തേക്കണം കേട്ടോ. അടിപൊളി സംഭവമാണ്. എൻ്റെ ഫേവറേറ്റ് കുങ്കുമം. കുങ്കുമത്തിന് ഈ കളർ ആര് തർപ്പിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് കുങ്കുമത്തിന് ഈ കളറും ഉണ്ടാകും. ഇപ്പം അവർ കുങ്കുമം ആരും തൊടൂല്ല. അവർ കണ്ടിട്ടില്ല. അതിന് എൻ്റെ കുഴപ്പമാണോ?
പണ്ട് എല്ലാം ഇങ്ങനെ കാസ്റ്റൊന്നും നോക്കൂല, എല്ലാവരും കുങ്കുമവും. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചുമ്മാ എന്നാ ചന്ദനമൊക്കെ ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ കുറി തൊട്ട് ഈ മുല്ലപ്പൂവും ഏതാണ്ട് എന്നാ പട്ടത്തിപ്പൂടെ ഇങ്ങനെ വെച്ച് എനിക്ക്. എന്നിട്ട് ഞാൻ ഹിന്ദു ആണെന്നോർത്ത് എനിക്ക് കല്യാണാലോചന വരെ വന്നതാ. ശരിക്കും ആലോചനകളില്ലേ ഹിന്ദു ആണെന്നോർത്ത്. എൻ്റെ ദൈവമേ, എന്നെ കണ്ട ഇങ്ങനെ ഹിന്ദു ലുക്കാന്നും പറഞ്ഞേ. നല്ല രസമുള്ള സെറ്റ്. ഇപ്പം രേവതി എന്ന് പേര്. പണ്ട് ഇങ്ങനെ എപ്പോഴും മുടിയൊക്കെ ഇങ്ങനെ കുളിപ്പിന്നിൽ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ കുറിയൊക്കെ ഇട്ട്. കണ്ടോ നല്ല സോഫ്റ്റ്. ഇത് കോട്ടനാണോ കോട്ടയാണോ? ഇതൊരു സോഫ്റ്റ് സിൽക്കാ. ആ, ഒരു സിൽക്കാട്ടോ. നല്ല ഇവിടെ ഒരു ലേസ് വർക്ക്. ഈ ബട്ടൺസ് വേണ്ടവർ വെച്ചാൽ മതി, ഇല്ലാത്തവർ പറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ നല്ല സെറ്റാട്ടോ. അതിൻ്റെ ഷോളൊക്കെ കണ്ടു, അടിപൊളി ഷോള്. ഫോട്ടോ വലിയ വിലയില്ലെന്ന് തോന്നുന്നു. എന്നാ വില? 1190 രൂപയുള്ളൂ കേട്ടോ. നല്ല സെറ്റാണ്, അടിപൊളി സെറ്റാണ്. കോട്ടനാണോ സിൽക്കാണോ എന്നാണ്. സിൽക്കാ അല്ലേ? സോഫ്റ്റ് സിൽക്കാ. പിന്നെ മെറ്റീരിയൽ എല്ലാം ഒരുപോലെ ഇരിക്കണം, കണ്ടാലും അറിയാൻ പറ്റൂല. കോട്ടൺ ഈ വില വരില്ല. 1190 നല്ല അല്ലേ? 1190. നല്ല കോമ്പിനേഷൻ, നല്ലൊരു ലുക്കുള്ള സെറ്റാട്ടോ. കോട്ടൺ സിൽക്ക് ആട്ടോ ബോട്ടം. നല്ല ഷോള്. ഷോളിൻ്റെ അരികത്ത് ഈ പീസൊക്കെ ലേസ് വർക്ക് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. 1190 ആണ്. അടിപൊളി സംഭവങ്ങളാണ്. എല്ലാവരും ചോദിക്കും ചേച്ചി തുണിയൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടപ്പം എങ്ങനെയാണ്? ഞാൻ പണ്ട് എപ്പോഴും ചെറിയ ബോട്ടിക്ക് പോലില്ലേ നമ്മൾ നേരത്തെ. അപ്പം ഞാൻ സെയിൽസിലായിരുന്നു. എനിക്ക് ഇപ്പോഴും സെയിൽസിൽ കയറുന്നാലേ നമുക്ക് മനുഷ്യരുടെ ഈ സെയിൽസിലിടയ്ക്കാൻ കയറും. ഇങ്ങനെ തുണി കാണിച്ചേക്കുന്നാലേ നമുക്ക് ആൾക്കാരുടെ മനസ്സ് തന്നെ വായിക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെയാണ് അവർ ചോദിക്കണേ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഒരു സെയിൽസ് ഗേൾ ആയാലും ബിസിനസ്സുകാരിയാകാൻ പറ്റുള്ളൂ. പൈസ എണ്ണാൻ അതിനത്ര നമ്മളിരിക്കണേ, അതിനൊരാളെ വെച്ചാൽ മതി. 1190. എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ ഈ പൈസ എണ്ണണം മെഷീൻ കാണുമ്പോൾ. ഈശോപ്പം എനിക്ക് ഈ മെഷീൻ മേടിക്കണേന്ന്. അപ്പം ഗോൾഡ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആ മെഷീൻ വന്നിങ്ങനെ എണ്ണുമ്പോൾ ഞാനോർക്ക് ഈശോപ്പ നമ്മൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ഈശോപ്പൻ എല്ലാം തരാൻ മതിയായവൻ. ഇത് സിൽക്ക് ഓർഗൻസ ആട്ടോ. സിൽക്ക് ഓർഗൻസയിൽ യോക്കിൽ ഇത് ഇങ്ങനെ വർക്കും. സിൽക്ക് ഓർഗൻസ ഷോളും സോഫ്റ്റ് സിൽക്ക് ബോട്ടും. നല്ല സെറ്റ് കേട്ടോ. 1290. ഇത് ഈ വിലയ്ക്ക് ഭയങ്കര ലാഭമാട്ടോ. 1299 ഉള്ളേ. സിൽക്ക് ഓർഗൻസയ്ക്ക് ഭയങ്കര വിലയല്ലേ വന്നത് കണ്ടോ. സിൽക്ക് ഓർഗൻസ ഇങ്ങനെ നല്ല വർക്കുണ്ട്. ടോപ്പ് ബോട്ട ഇത് കണ്ടോ സൂപ്പർ. ഇത് ഈ കളർ എന്ന് പറഞ്ഞാൽ ചാണകപ്പച്ച. ചാണകം ഉണങ്ങിയ കളർ എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ല കളർ. ഒരു സൈസ് ഒരു ബ്രൗൺ. ഇതൊരു ഡസ്റ്റി ചാട്ടാണ്. ഗ്രാൻഡ് സംഭവമാട്ടോ. $1299 ഉള്ളൂ. ഒരു ഫങ്ഷൻ വെയറും കാഷ്വൽ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ലെങ്തും ഉണ്ട്. അടിപൊളി സംഭവമാണ്. സോഫ്റ്റ് സിൽക്ക് ബോട്ടോ. കനോ ഇല്ല കേട്ടോ. ഗ്രാൻഡ് സംഭവം. സൂപ്പർ സൂപ്പർ അടിപൊളി സംഭവമാണ്. നല്ല കളർ, അടിപൊളി കളർ എല്ലാം അതെ കേട്ടോ. ഇന്ന് അപ്പടി അടിപൊളി സെറ്റാട്ടോ. നിങ്ങളെല്ലാ സെറ്റും എടുക്കുമെന്ന് എനിക്കറിയാമേ. ഇത് നേരത്തെ ഒരു 3-4 മാസമായിരുന്നു തോന്നുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോഴാണ് റീസ്റ്റോക്ക് തന്നെ. സോഫ്റ്റ് സിൽക്ക്. ഒരു കുഞ്ഞ് ബനാറസ് ബുട്ടയാട്ടോ സിൽക്കിൽ.
നല്ല ഗഡ്വാഡ് ഷോളും വലിയ വിലയില്ല കേട്ടോ. എത്ര? 699 രൂപയേ ഉള്ളൂ. ഈ വിലയ്ക്ക് വന്നിട്ടാണ് ഇതെല്ലാവരും ഇടിച്ച് പറിച്ചെടുക്കാറ്. 699 രൂപയേ ഉള്ളൂ. ഫങ്ഷനും ഇടാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കളർ കോമ്പിനേഷനുകളാണ്. $699 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഇതാട്ടോ ബോട്ടം, സോഫ്റ്റ് ഒരു സിൽക്ക് ബോട്ടം. ഇതൊക്കെ ഡൈ ചെയ്യണ മെറ്റീരിയലുകളാണ് ബോട്ടത്തിൻ്റെ തുണിയൊക്കെ. അപ്പോൾ ഈ തുണി കാണുമ്പോൾ അയ്യോ ഇതാ ബോട്ടം, ഇത് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മിക്ക സെറ്റിൻ്റെ ബോട്ടം ഇതാ. എല്ലാ വില കൂടിയ സെറ്റിനും ആ ബോട്ടമൊക്കെ വന്നെ. അല്ലെങ്കിൽ സാൻഡോൺ ബോട്ടം. ഇത് ഡൈ ചെയ്യാൻ ഒരേ കളർ അങ്ങനെ. ആകെ ഈ 699 രൂപയല്ലേ ഉള്ളൂ. നല്ല സെറ്റല്ലേ, പെട്ടെന്ന് എടുത്തും. ഒന്നും അധികം ഇല്ല. എൻ്റെ കുഴപ്പമല്ല, അധികം കിട്ടിയില്ലായിരുന്നു. ഇതൊക്കെ കിട്ടിയാൽ അധികം വിലയില്ലല്ലോ, ഞാൻ എടുത്തേനെ. പക്ഷേ കുറച്ചേ കിട്ടിയുള്ളൂ. 699 രൂപയുള്ളൂ. എല്ലാം നല്ല കളേഴ്സാണ്. എൻ്റെ അപ്പൂട്ടൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ മരിച്ചു, 59 വയസ്സ്. ഇത് എന്ത് പാവം മനുഷ്യൻ. ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമോ. ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. 2 വർഷമായിട്ട്. ദൈവമേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ ഞടുങ്ങിപ്പോയി അപ്പൂട്ടൻ ഫോട്ടോ ഇട്ട് വന്നപ്പോൾ. ദൈവമേ, ആ പുള്ളി ഒരു ഇന്നസെൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ഓർക്കുവാട്ടോ, ഓരോ ദിവസവും എനിക്ക് കൂട്ടി തന്നത് ദൈവം ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം തന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട യേശുവിനെ പോലെ ആയാലും എന്നെ യേശുവിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊക്കെ നിഷ്കളങ്കനായത് കാരണം 59 വയസ്സായപ്പോൾ വിളിച്ചുകൊണ്ട് ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നും പറഞ്ഞു. ഇത് ഓരോ ദിവസവും നീട്ടി തരുമെന്ന്, മോളെ നീ നന്നാകുന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഓർക്കരുത് ചീത്തയായാൽ ഇവിടെ തന്നെ നിൽക്കാമല്ലോന്ന്. അതല്ല, ദൈവമക്കൾ ഓരോ ദിവസം നന്നായി വിശുദ്ധരായിട്ട് നിത്യജീവൻ്റെ ഉടമയാകുക. നമ്മളങ്ങ് ചെല്ലുമ്പോൾ ഓർക്കും, എൻ്റെ പൊന്നെ, ഈ ഭൂമിയിൽ ഇത്രയും കാലം പിരിച്ചിട്ടോ, ഇത്രയും കാലം കഷ്ടപ്പെടണ്ടായിരുന്നു. പണ്ടേ യേശുപ്പൻ്റെ കൂടെ പോരായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ചെല്ലാൻ പറ്റുമല്ലോ. നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ആകണം. നല്ല കളേഴ്സ്. അപ്പോൾ ഉണ്ടല്ലോ, ഇട്ടിട്ട് പോലെ ലൈക്ക് അടിച്ച് ഒന്ന് ഷെയറൊക്കെ യൂട്യൂബിലും ഒന്ന് ആ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.